അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ ഹഖ്ക തുഖാതിഹ് വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ഏറെ പ്രിയം നിറഞ്ഞ സഹോദരങ്ങളെ, ഈ രാജ്യത്ത് ഭൂരിപക്ഷം വരുന്ന നല്ലവരായിട്ടുള്ള ആളുകൾ അവരൊന്നും ഒരിക്കലും കാണാൻ ആഗ്രഹിക്കാത്ത, ഒരിക്കലും കേൾക്കാൻ ആഗ്രഹിക്കാത്ത പല വാർത്തകളാണ് നമ്മുടെ രാജ്യത്ത് ഇന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. റമദാനിലെ നല്ല ഒരു നാളുകളിലൂടെ മുസ്ലിം വിശ്വാസികളായിട്ടുള്ള ആളുകൾ അവർ ഈ ഒരു നന്മ നിറഞ്ഞ ദിവസങ്ങൾ ഏറ്റവും ഭംഗിയായ രൂപത്തിൽ, നല്ല രൂപത്തിൽ ആരാധനകൾ അർപ്പിച്ചുകൊണ്ട് ചിലവഴിക്കാൻ ആഗ്രഹിക്കുമ്പോൾ മറുഭാഗത്ത് മനസ്സിനെ പ്രയാസപ്പെടുത്തുന്ന ധാരാളക്കണക്കിന് പ്രശ്നങ്ങളും കുഴപ്പങ്ങളുമാണ്, വളരെ സങ്കീർണമായ നിലക്കുള്ള പ്രയാസങ്ങളാണ് ഈ രാജ്യത്ത് കേട്ടുകൊണ്ടിരിക്കുന്നത്, അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അവിടെയാണ് ഈ ഒരു റമദാൻ മാസം ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള ഒരു ദിശാബോധം അത് ലഭിക്കേണ്ട, ഒരു ഉണർവ് ലഭിക്കേണ്ട ഒരു മാസമാണ് എന്ന് അഭിപ്രായപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഖുർആനുമായി ഏറെ ബന്ധം പുലർത്തുന്ന ഒരു മാസമാണ് ഇത്. അതുകൊണ്ട് തന്നെ ഖുർആൻ നൽകുന്ന ആവേശം, പരിശുദ്ധ ഖുർആൻ നൽകുന്ന സന്ദേശം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുകയും ഈ രാജ്യത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി അതിനെ നമ്മൾ മാറ്റിമറിക്കാൻ, അല്ലെങ്കിൽ ആ ഒരു പരിവർത്തനമുണ്ടാക്കാൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം സാധിക്കണം. ഏതർത്ഥത്തിലാണ് ഞാനിത് സൂചിപ്പിച്ചത് എന്ന് ചോദിച്ചാൽ, പരിശുദ്ധ ഖുർആൻ നൽകുന്ന ഒരു സന്ദേശം, ലോകത്തിലേക്ക് കടന്നു വന്ന മുഴുവൻ പ്രവാചകന്മാരും നൽകിയിട്ടുള്ള ഒരു സന്ദേശമുണ്ട്. നന്മ തിന്മകളോടുള്ള ഇസ്ലാമിൻ്റെ സമീപനം വ്യക്തമാക്കുന്ന ഒരു സന്ദേശം. അതെന്താ? പരിശുദ്ധ ഖുർആൻ പറയുന്നു. ഖുർആനിലെ 5-ാം അധ്യായമായ സൂറത്ത് മാഇദയിലെ 2-ാമത്തെ സൂക്തത്തിൽ നമുക്കിത് കാണാൻ സാധിക്കും. തആവനു അലൽ ബിർരി വത്തഖ്വ വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ. നിങ്ങൾ പുണ്യത്തിലും ധർമ്മനിഷ്ഠയിലും നിങ്ങൾ പരസ്പരം സഹകരിച്ചോളീൻ എന്ന് മനുഷ്യന്മാരോട് പറയാണ്. നിങ്ങൾ പുണ്യത്തിൽ, അതുപോലെ തന്നെ ധർമ്മനിഷ്ഠയുള്ള കാര്യങ്ങളിൽ പരസ്പരം മനുഷ്യന്മാർ തമ്മിൽ സഹകരിക്കണമെന്നാണ്. അതേപോലെ തന്നെ നിങ്ങൾ പാപത്തിലും അതിക്രമത്തിൽ നിങ്ങൾ പരസ്പരമായിട്ടുള്ള ഒരു സഹകരണവും പാടില്ല എന്നാണ്. എത്ര കൃത്യമാണ് ഈ ഒരു സന്ദേശം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു ബഹുസ്വര സമൂഹത്തിൽ ജീവിക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ച് ഇവിടെ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകളുണ്ട്, അതേപോലെ തന്നെ ക്രിസ്ത്യാനികളായിട്ടുള്ള ആളുകളുണ്ട്, വലിയ ഭൂരിപക്ഷം വരുന്ന ഹൈന്ദവരായിട്ടുള്ള ആളുകളുണ്ട്, അതേപോലെ മതമുള്ളവനും മതമില്ലാത്തവനും ഒക്കെ ഈ നാട്ടിൽ ജീവിക്കുന്നുണ്ട്. എല്ലാവരുടേതുമായിട്ടുള്ള ഒരു ഇന്ത്യ രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. ആ നാട്ടിൽ നമ്മൾ ജീവിക്കുമ്പോൾ അവിടേക്ക് വളരെ ഏപ്റ്റായിട്ടുള്ള ഒരു സന്ദേശമാണ് യഥാർത്ഥത്തിൽ പരിശുദ്ധ ഖുർആനിലെ ഈ ഒരു ആയത്ത്. വിശ്വാസികളോട് വിളിച്ചു പറയുകയാണ്, നിങ്ങൾ പുണ്യത്തിൻ്റെ കാര്യത്തിൽ, ധർമ്മനിഷ്ഠയുടെ കാര്യത്തിൽ നിങ്ങൾ മനുഷ്യന്മാരൊന്നടങ്കം പരസ്പരം സഹകരിച്ചു കൊണ്ട് ജീവിക്കാനാണ് പറയണത്. എന്നാൽ പാപങ്ങളുടെ കാര്യത്തിൽ, അതിക്രമങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾ പരസ്പരം സഹായിക്കാൻ പാടില്ല, നിങ്ങൾ പരസ്പരം സഹകരിക്കാൻ പാടില്ല. കാരണം നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ട, ഈ രാജ്യത്ത് വളരേണ്ട ഒന്നല്ല അതിക്രമം, അതേപോലെ തന്നെ പാപം എന്ന് പറയുന്നത്. ഈ ഒരു കാഴ്ചപ്പാട് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുമ്പോൾ എന്തൊക്കെയാണ് പാപങ്ങൾ, എന്തൊക്കെയാണ് അതിക്രമങ്ങൾ, അത് വളരെ വേഗതയിൽ നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്ന, നമ്മളുടെ അനുഭവത്തിലൂടെ തന്നെ നമുക്കത് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു മാസത്തിലൂടെയാണ് വിശ്വാസികൾ റമദാൻ മാസത്തിൽ സഞ്ചരിക്കുന്നത് എന്നത് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, നമ്മളിവിടെ ഈ ഒരു മാസത്തിൽ കാണുന്ന കാഴ്ചകൾ, അതല്ലെങ്കിൽ ഇതിനു മുമ്പ് നമ്മൾ കണ്ടുകൊണ്ടിരുന്ന കാഴ്ചകൾ എന്തൊക്കെയാണ്? ഒരു രാജ്യത്തെ ഒരു വിഭാഗം ആളുകൾ, അവർ ആ രാജ്യത്തെ അതിൻ്റെ ഭരണചക്രം, ഭരണ സംവിധാനങ്ങൾ ആ ഭരണ സംവിധാനത്തിൽ അവർ മുമ്പോട്ട് പോകുമ്പോൾ സാമ്പത്തികമായിട്ടുള്ള ഒരു സംവിധാനത്തെയും അതുപോലെ തന്നെ രാജ്യചക്രം തിരിക്കുന്ന അവരുടെ എല്ലാ കാര്യങ്ങളെയും അവരുടെ ഇംഗിതത്തിനനുസരിച്ച് കൊണ്ടുപോകുമ്പോൾ ചില സമീപനങ്ങൾ ഈ വക വിഷയങ്ങളിൽ പ്രതികരിക്കുന്ന മേഖലകളിൽ
അതേപോലെ തന്നെ ഈ വക വിഷയങ്ങളിൽ ബഹുസ്വര സമൂഹത്തിൽ ഇടപെടുന്ന മേഖലകളിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമുണ്ട്. നമ്മൾ സമൂഹത്തിലെ ഹാർമോണൈസേഷൻ നഷ്ടപ്പെടുത്തേണ്ട ആളുകളല്ല. ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. പല കാര്യങ്ങളും നമുക്ക് പ്രയാസമുള്ളത് കേൾക്കേണ്ടി വരും. പല കാര്യങ്ങളും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇഷ്ടമില്ലാത്തത് കാണേണ്ടി വരും. അവിടെയൊക്കെ നമ്മൾ ഒരു ഉടമ്പടിയോടുകൂടി ജീവിക്കുന്ന ഈ ഒരു രാജ്യത്ത് അതിൻ്റെ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് രാജ്യത്തിൻ്റെ ഭദ്രത, അതിൻ്റെ കെട്ടുറപ്പ്, അതിന് കേടുപാടുകൾ വരുത്തുന്ന യാതൊരു നീക്കത്തിലേക്കും പോകാൻ പാടില്ല എന്ന് ഈ ഒരു മാസം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത് ഖുർആൻ നൽകുന്ന സന്ദേശമാണ്. നീതിയോട് കൂടിയിട്ട് വർത്തിക്കാൻ, പാപങ്ങളിലും അക്രമങ്ങളിലും നിങ്ങൾ സഹകരണമില്ല എന്ന് പറയുമ്പോൾ അതിന് മുമ്പ് പറഞ്ഞതെന്താ? നന്മയിൽ പരസ്പരം സഹകരിക്കാൻ വേണ്ടിയിട്ടാണ് ഖുർആൻ ആവശ്യപ്പെടുന്നത്. ധർമ്മനിഷ്ഠയോട് കൂടിയിട്ട് ജീവിക്കാൻ, ആ വിഷയത്തിൽ പരസ്പരം സഹകരിക്കാനാണ് ഖുർആൻ ആവശ്യപ്പെടുന്നത്. എന്നാൽ ചില കാര്യങ്ങൾ, ചില വസ്തുതകൾ മുമ്പിൽ വെച്ചുകൊണ്ട് നമ്മളെ ഭീതിപ്പെടുത്തുന്ന, മുസ്ലിം സമുദായത്തെ വിശിഷ്യ ഭീതിപ്പെടുത്തുന്ന ചില ശബ്ദങ്ങൾ നമ്മൾ കേൾക്കാറുണ്ട്. ഇന്ത്യ രാജ്യത്ത് ജിനോസൈഡ് സംഭവിക്കാൻ പോവുകയാണ് എന്ന്. അതുമായി ബന്ധപ്പെട്ട പ്രഗത്ഭരായിട്ടുള്ള ആളുകൾ, അതായത് ജിനോസൈഡുമായി ബന്ധപ്പെട്ടുകൊണ്ട്, കൂട്ടക്കുരുതികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ലോകത്ത് പഠനങ്ങൾ നിർവഹിച്ചിട്ടുള്ള പ്രൊഫസർ എച്ച് ഗ്രിഗോറിയെ പോലെയുള്ള ആളുകളൊക്കെ അവർ പറഞ്ഞ ചില വിഷയങ്ങൾ മുമ്പിൽ വെച്ചുകൊണ്ടാണ് ചില ആളുകൾ സംസാരിക്കാറ്. ശരിയായിരിക്കാം, അങ്ങനെയുള്ള പഠനങ്ങൾ നടന്നിട്ടുണ്ട്, അതെല്ലാം ശരിയായിരിക്കാം. പക്ഷേ ഇതൊക്കെ ഒരു സമൂഹത്തെ, ഒരു രാജ്യത്തെ നല്ലവരായിട്ടുള്ള കുറേ ആളുകളെ ഭീതിപ്പെടുത്താൻ വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തേണ്ട ടെർമിനോളജികൾ അല്ല എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. നമ്മളെ സംബന്ധിച്ച് നമ്മുടെ രാജ്യം അതിഭയാനകരമായിട്ട് നേരിട്ട ഒരു വിഷയം, സംശയമൊന്നുമില്ല. നമ്മുടെ രാജ്യത്തുള്ള ആളുകളെ വിഭജിച്ചുകൊണ്ട് അസ് ആൻഡ് ദം എന്നുള്ള രൂപത്തിലേക്ക്, ഞങ്ങളും നിങ്ങളും എന്നുള്ള രൂപത്തിലേക്ക് രണ്ടായിക്കൊണ്ട് വേർതിരിച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്ത് ചില ആളുകൾ ഒരു നീക്കം നടത്തുന്നുണ്ട്. അവിടെയൊക്കെ ഒരു പ്രിവെൻറ്റീവായിട്ടുള്ള ഒരു മെഷർ, അതായത് ഇതെല്ലാം തിരിച്ചറിഞ്ഞുകൊണ്ട് ഒരു നിവാരണ നടപടികൾ നമ്മൾ എടുക്കുകയാണ് വേണ്ടിയത്. അതെന്താണ്? എല്ലാവരെയും ഉൾക്കൊള്ളാൻ സാധിക്കുന്ന, വിവേചനം ഇല്ലാത്ത ഒരു സംവിധാനം നമുക്ക് കണ്ടെത്താൻ സാധിക്കണം. അതിലൂടെ സഹിഷ്ണുത വളർത്താൻ വേണ്ടി സാധിക്കണം. സഹവർത്തിത്വം അത് എന്താണ് എന്നുള്ളത് തിരിച്ചറിഞ്ഞ് അതിനെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് സാധിക്കണം. ഇതൊക്കെയാണ് നമ്മളിവിടെ ചെയ്യേണ്ടത്. അതല്ലാതെ ഇങ്ങനെ രണ്ടാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ രണ്ടിൽ ഒന്നിൻ്റെ പക്ഷം ചേർന്നുകൊണ്ട് വലിയ കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ആളുകൾ, അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇന്ധനം കത്തിക്കുന്ന ഒരു സ്വഭാവം അല്ല നമ്മളിൽ ഉണ്ടാകേണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതേപോലെ തന്നെ മുസ്ലിം സമുദായം ശരിയാണ്, നമ്മുടെ നാട്ടിൽ ഒരു സിംബിളൈസേഷൻ, ഒരു പാർശ്വവൽക്കരണം നേരിടുന്നുണ്ട് എന്നുള്ളത് അത് ഒരു യാഥാർത്ഥ്യമാണ്. തരം തിരിച്ചുകൊണ്ട്, ശത്രുക്കളെ പാർശ്വവൽക്കരിച്ചുകൊണ്ട് സമൂഹത്തിൽ ചിത്രീകരിക്കുന്ന ചില ഫാഷിസ്റ്റ് സ്വഭാവങ്ങൾ നമ്മൾ കാണുമ്പോൾ അവിടെയെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതെല്ലാം തിരിച്ചറിഞ്ഞുകൊണ്ട് രാജ്യസ്നേഹികൾ ഇന്ന ആളുകളാണ്, രാജ്യദ്രോഹികൾ ഇന്ന ആളുകളാണ് എന്നൊക്കെ ചിത്രീകരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ചില സംഗതികളുണ്ട്. ഇതൊക്കെ ഒരു പരീക്ഷണമാണ്. അവിടെയെല്ലാം സത്യസന്ധമായിട്ട് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ആവേശം കാണിക്കേണ്ട ഒരു സ്ഥിതിവിശേഷത്തിലൂടെയാണ് നമ്മൾ പോകുന്നത് എന്നതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. അവിടെ ഒരു ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്നതിന്, ഒരു വിവേചനം എന്ന് പറയുന്നതിന് ഭൂരിപക്ഷ രാഷ്ട്രീയ ശക്തി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരു മേൽക്കൈമ മറ്റുള്ള ആളുകൾ പ്രകടിപ്പിക്കുമ്പോൾ അവിടെയൊക്കെ വിനയാന്വിതരായിക്കൊണ്ട് അള്ളാഹുവിലേക്ക് നമ്മളുടെ ഹൃദയത്തെ തിരിച്ചുകൊണ്ട്, അള്ളാഹു സുബ്ഹാനഹു സൂക്ഷിച്ചുകൊണ്ട്, നിയമങ്ങളെയും അതുപോലെ തന്നെ ധർമ്മത്തെയും ഒക്കെ നമ്മൾ പാലിച്ചുകൊണ്ട് ജീവിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും റബ്ബിൻ്റെ സഹായം ഉണ്ടാകുമെന്നുള്ളതാണ്. ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളാണ് എന്ന് മാത്രമല്ല, പരിശുദ്ധ ഖുർആൻ നൽകുന്ന സന്ദേശമാണ് ഇത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നമുക്ക് പഠിക്കാനുള്ള അധ്യാപനങ്ങളിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളായിട്ട് നമ്മൾ തിരിച്ചറിയേണ്ടതാണ്. അവിടെയൊക്കെ ചില ഡീഹ്യൂമനൈസേഷൻ പ്രോസസ്സ് നമ്മൾ കാണുമ്പോൾ, അതായത് മനുഷ്യഗുണങ്ങൾ ഇല്ലാതെയാക്കുന്ന തരത്തിൽ, മനുഷ്യത്വം കെടുത്തിക്കളയുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കാണുമ്പോൾ എല്ലാ മൂല്യങ്ങളും അവിടെ മാറ്റിവെച്ച് ഇങ്ങോട്ട് ആക്രമിക്കുന്നത് പോലെ തിരിച്ച് അതേപോലെ ഒരു ദയയില്ലാതെ, മനുഷ്യത്വമില്ലാതെ അങ്ങോട്ട് തിരിച്ച് പ്രതികരിക്കണമെന്ന് ഒരിക്കലും തന്നെ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾക്ക് ഇസ്ലാമിൽ നിർദ്ദേശം നൽകിയിട്ടില്ല. ആ ഒരു വിഷയം ഖുർആൻ നൽകുന്ന സന്ദേശമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഒരു നിലക്കും തന്നെ നല്ലവരായിട്ടുള്ള മഹാഭൂരിപക്ഷം വരുന്ന നമ്മുടെ ഇന്ത്യ രാജ്യത്തുള്ള നമ്മുടെ സഹോദരങ്ങൾ, അവരെ
അവരെയെല്ലാം വെറുപ്പുണ്ടാക്കുന്ന തരത്തിലേക്ക് രാഷ്ട്രീയപരമായിട്ട് ചില അജണ്ടകൾ വെച്ചുകൊണ്ട് പ്രവർത്തിക്കുമ്പോൾ ആ ചൂണ്ടലിൽ പോയി കൊളുത്തുന്ന ചെറുമീനുകളെപ്പോലെ നമ്മൾ ആകാൻ പാടില്ല എന്നത് പ്രത്യേകം തിരിച്ചറിയേണ്ടത്, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുതയാണ്. അതുപോലെ ഇതിനെയൊക്കെ വ്യവസ്ഥപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ നാട്ടിൽ വലിയ രൂപത്തിൽ ഒരു പോളറൈസേഷൻ ഉണ്ടാക്കി, ഒരു ധ്രുവീകരണം ഉണ്ടാക്കിക്കൊണ്ട് നമ്മുടെ നാട്ടിൽ ഐക്യത്തോടു കൂടിയിട്ട് നിൽക്കുന്ന ആളുകളുണ്ട്. ഹിന്ദു ആയാലും മുസ്ലിം ആയാലും ക്രിസ്ത്യാനി ആയാലും എല്ലാവരും ഐക്യപ്പെട്ടുകൊണ്ട് മുമ്പോട്ട് പോകുന്ന ഒരു സാഹചര്യത്തെ വളരെ ആസൂത്രിതമായ നിലക്ക് ഒരു പോളറൈസേഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുമ്പോൾ അവിടെയും തലതിരിഞ്ഞുകൊണ്ടുള്ള ഒരു രീതി അതിനെ നേരിടാൻ നമ്മൾ സ്വീകരിക്കാൻ പാടില്ല എന്നുള്ളത് ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. വളരെ ശക്തമായ നിലക്ക് നമ്മുടെ നാട്ടിലുള്ള ഒരു ജനാധിപത്യ സംവിധാനം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ നാട്ടിൽ മൊത്തം ജനങ്ങളെ ബാധിക്കുന്ന സാരമായിട്ടുള്ള ഒരു വിഷയമായിക്കൊണ്ട്, നമ്മുടെ ഭരണഘടനയെ ബാധിക്കുന്ന വിഷയമായിക്കൊണ്ട് എന്തെങ്കിലും ഉണ്ട് എങ്കിൽ അതിനെ നയപരമായിട്ട് നേരിടാനുള്ള, രാഷ്ട്രീയപരമായിട്ട് നേരിടാൻ ഉള്ള, അതിന് കെൽപ്പുള്ള, അതിൻ്റെ പാരമ്പര്യം അവകാശപ്പെടാൻ കഴിയുന്ന രാഷ്ട്രീയ പാർട്ടികൾ, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഇന്ത്യ രാജ്യത്തുണ്ട്. അവരുടെ ഭാഗം ചേരുകയാണ് വേണ്ടിയത്. അതല്ലാതെ കൂണിന് കൂണായിക്കൊണ്ട് അവിടെയെല്ലാം പല സ്ഥലങ്ങളിൽ ഇതെല്ലാം ഇങ്ങനെ പല മുസ്ലിം കക്ഷികളിങ്ങനെ പൊട്ടിപ്പുറപ്പെട്ടുകൊണ്ട് എന്താണോ എതിരാളികളായിട്ടുള്ള ആളുകൾ ആഗ്രഹിക്കുന്നത് ആ ഒരു പോളറൈസേഷനിലേക്ക് നമ്മൾ പോകാൻ പാടില്ല എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. ഇവിടെ ഞാനിത് സൂചിപ്പിക്കുന്നത് ഈ റമദാൻ മാസത്തിൽ ഒരു രാഷ്ട്രീയം പറയാൻ വേണ്ടിയിട്ടല്ല ഇത് സൂചിപ്പിക്കുന്നത്. ഓരോ രാജ്യത്തിലും ജനിച്ചു വീഴുന്ന കുഞ്ഞുങ്ങൾ, അത് ഏത് മതത്തിൻ്റേതാകട്ടെ, ആ രാജ്യത്ത് വീണ ആളുകൾ, ജനിച്ചു വളർന്ന ആളുകൾ ആ രാജ്യത്തോട് ഒരു സ്നേഹം കാണിക്കും. അത് ത്വബഈയായിട്ടുള്ള ഒരു സ്നേഹമാണ്. ഞാൻ ജനിച്ചു വളർന്ന എൻ്റെ നാടിനോട് എനിക്കൊരു സ്നേഹമുണ്ട്, എൻ്റെ ദേശത്തോട് എനിക്കൊരു സ്നേഹമുണ്ട്, എൻ്റെ പ്രദേശത്തോട് എനിക്കൊരു സ്നേഹമുണ്ട്. ആ ഒരു സ്നേഹം എന്ന് പറയുന്നത് അത് നിലനിൽക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ് നമ്മളൊക്കെ. ആ നിലനിൽപ്പിൻ്റെ ഭാഗമായിക്കൊണ്ട് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ് അതിന് കോട്ടം സംഭവിക്കുന്ന, കേടുപാടുകൾ സംഭവിക്കുന്ന എൻ്റെ അയൽവാസിയായിട്ടുള്ള വ്യക്തി, അത് മുസ്ലിമോ അതല്ല ഇസ്ലാമിക വിശ്വാസം സ്വീകരിക്കാത്ത മറ്റു ഇതര മതസ്ഥിൽപ്പെട്ടവരാരുമാകട്ടെ, അവരുമായിട്ടുള്ള ഒരു സഹവർത്തിത്വം എന്ന് പറയുന്നത് അത് പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട്, ഒരു മൂല്യബോധത്തോടു കൂടിയിട്ട് അവരെ നമുക്ക് കാണാൻ കഴിയണമെങ്കിൽ വളരെ ഉദാത്തമായ രൂപത്തിൽ ചിന്തിച്ചുകൊണ്ട് ഏറ്റവും മികവൊത്ത രൂപത്തിൽ അവരുമായിട്ട് ഇടപഴകാൻ നമുക്ക് സാധിക്കണമെങ്കിൽ പരിശുദ്ധ ഖുർആൻ, ഹദീസുകൾ കൃത്യമായിട്ട് നമുക്കത് പഠിപ്പിച്ചു തരുന്നുണ്ട്, ഇല്ലേ? അയൽവാസി ആരായിരുന്നാലും അവരുടെ കാര്യങ്ങളിൽ ഇടപെടണം. അവിടെ പട്ടിണി കിടന്നാൽ നമ്മളോട് ചോദ്യം ചെയ്യപ്പെടുമെന്നൊരു മുസ്ലിം വിശ്വസിക്കുമ്പോൾ, സഹോദരങ്ങളെ, ഇന്ന് മതത്തിൻ്റെ പേരിൽ, ജാതിയുടെ പേരിൽ അളക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രേരണ നൽകുന്ന ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുക. ആരാണ് ഇതിന് ഈ രൂപത്തിലുള്ള വഴിമരുന്ന് ഇട്ടുതരുന്നത്? ആ വഴിമരുന്ന് ഇടുമ്പോഴൊക്കെ അവിടെ അതിനെ ഏണിവെച്ചു കൊടുക്കുന്ന രൂപത്തിലേക്ക്, അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന രൂപത്തിലേക്ക് എന്താണോ ദുഷ്ടശക്തികൾ ആഗ്രഹിക്കുന്നത് ആ ശക്തികളുടെ ആവശ്യം നിറവേറ്റിക്കൊടുക്കുന്ന രൂപത്തിലേക്ക് നമ്മൾ തിരിയാൻ പാടില്ല എന്നതാണ് ഇവിടെ സൂചിപ്പിച്ചത്. അപ്പോൾ പിന്നെ എന്ത് ചെയ്യണം? അവിടെ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞതുപോലെ രാഷ്ട്രീയ പാരമ്പര്യം അവകാശപ്പെടാൻ കഴിയുന്ന, ഈ വിഷയങ്ങളിൽ കൃത്യമായിട്ടുള്ള ദിശാബോധം നൽകാൻ കഴിയുന്ന കെൽപ്പുള്ള ഒരു സംഘടനാ സംവിധാനമുള്ള ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. രാഷ്ട്രീയ പാർട്ടികൾ ഇവിടെയുണ്ട്. ബഹുസ്വര സമൂഹത്തിൽ ജനാധിപത്യ മൂല്യം ഉൾക്കൊണ്ട് ജീവിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ ഈ രാജ്യത്തുണ്ട്. അതേപോലെ തന്നെ മതസംഘടനകളുമുണ്ട്. ആ മതസംഘടനകൾക്ക് നേതൃത്വമുണ്ട്. ആ മതസംഘടനകളുടെ പാരമ്പര്യം നമ്മളെടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ ജനാധിപത്യ സംവിധാനത്തോട് ഒട്ടിച്ചേർന്ന് നിന്നുകൊണ്ട് ഇന്ത്യ രാജ്യത്തിൻ്റെ ഒരു നല്ല നിർമ്മിതിക്ക് വേണ്ടിയിട്ട് ഇവിടെ സഹകരിക്കുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുന്ന ആ പാരമ്പര്യങ്ങളെയൊക്കെ കളിയാക്കുകയും പരിഹസിക്കുകയും ചെയ്തുകൊണ്ട് പുതുതായിട്ട് ചില പാർട്ടികൾ പ്രത്യക്ഷപ്പെടുകയാണ് മതത്തിൻ്റെ പേരിൽ. എന്തിനാ? ഇന്ത്യ രാജ്യത്തെ സംരക്ഷിക്കാനാണ് എന്ന് പറഞ്ഞുകൊണ്ട്. സഹോദരങ്ങളെ, അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ അവിടെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്, കൃത്യമായിട്ടുള്ള ഒരു പോളറൈസേഷന് വിധേയമാകുന്ന തരത്തിലേക്ക് ഈ ഒരു സമൂഹം അല്ലെങ്കിൽ ഈ ഒരു സമുദായം അവർ താഴേക്കടിയിലേക്ക് വീണുപോവുകയാണ് ചെയ്യുന്നത് എന്ന തിരിച്ചറിവ് പലപ്പോഴും മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾക്ക് നഷ്ടപ്പെട്ടു പോകുന്നു എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കും, നമ്മുടെ നാട്ടിൽ നിരപരാധികളായിട്ടുള്ള മുസ്ലിങ്ങളല്ലാത്ത ആളുകൾ ഈ രാജ്യത്തിന് വേണ്ടി സംസാരിച്ചത് കൊണ്ട്,
ഈ രാജ്യത്തിൻ്റെ ഭരണഘടനയ്ക്ക് വേണ്ടി സംസാരിച്ചത് കൊണ്ട് പീഡനങ്ങൾ ഏറ്റുവാങ്ങിയിട്ടില്ലേ? പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളില്ലേ? ഇന്നും ജയിലിൽ കഴിയുന്ന ആളുകളില്ലേ? ഇത് കേവലം ഒരു ന്യൂനപക്ഷങ്ങളോട് മാത്രം കാണിക്കുന്ന ഒരു വിവേചനമാണ് എന്ന് ഉയർത്തി കാണിച്ചുകൊണ്ട് പറയാൻ എങ്ങനെയാണ് സാധിക്കുക? അവിടെയൊക്കെയാണ് ഞാൻ പറയുന്നത്, ചില ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ട് നമ്മുടെ നാട്ടിലുള്ള ഒരു ഹാർമണൈസേഷനെ നശിപ്പിക്കുന്ന രൂപത്തിലേക്കുള്ള ഒരു പ്രവർത്തനങ്ങളിലേക്ക് കാലെടുത്ത് വെക്കാൻ പാടില്ല എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. നമുക്ക് ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട്. യഥാർത്ഥത്തിൽ റമദാൻ മാസം എന്ന് പറയുന്നത് ആ ഉത്തരവാദിത്തങ്ങളൊക്കെ പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നൽകുന്ന വലിയ ഒരു ട്രെയിനിങ് ആയിട്ട് നമ്മൾ ഇതിനെ കാണണം. എങ്ങനെയാണ് ട്രെയിനിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ രാജ്യം പിടിച്ചടക്കാനുള്ള ട്രെയിനിങ് അല്ല, നേരെ മറിച്ച് രാജ്യത്ത് സമാധാനം സ്ഥാപിക്കാൻ വേണ്ടിയിട്ട്, ഈ രാജ്യത്ത് സഹിഷ്ണുത വളർത്താൻ വേണ്ടിയിട്ട്, ഈ രാജ്യത്ത് ഈ ഒരു ബഹുസ്വരത നിലനിന്നുകൊണ്ട് നമ്മുടെ നാട്ടിലുള്ള ആളുകളെ, എല്ലാ ആളുകളെയും ഒരേപോലെ ഏകോദര സഹോദരങ്ങളായിട്ട് കാണാൻ വേണ്ടിയിട്ട് ഇവിടെയൊക്കെ മാനസികമായിട്ട് നമ്മൾ ആ ഒരു പാകപ്പെടേണ്ട ഒരു അവസ്ഥ നിലവിലുണ്ട്. അതിന് നമ്മളെ ഏറെ സഹായിക്കുന്ന ഒരു മാസമാണ് റമദാൻ മാസം. എല്ലാ തിരക്കുകളും നമ്മൾ കുറേയൊക്കെ മാറ്റിവെച്ചുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ വ്രതമനുഷ്ഠിച്ചുകൊണ്ട് പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്ത് അതിൻ്റെ ആശയം മനസ്സിലാക്കിക്കൊണ്ട് സമൂഹത്തിലേക്ക് ഇറങ്ങാൻ നമുക്ക് സാധിക്കണമെന്നതാണ് ട്രെയിനിങ് എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത്. ആളുകളുമായിട്ട് ഇടപാടുകൾ ഉണ്ടാകണം, ജനങ്ങളുമായിട്ട് ഇടപാടുകൾ ഉണ്ടാകണം, ഏറ്റവും നല്ല സ്വഭാവത്തിൽ വർത്തിക്കാൻ, സമൂഹത്തിൽ മാതൃകയോട് കൂടിയിട്ട് ജീവിക്കാൻ ഒരു മുസ്ലിം എന്നുള്ള നിലക്ക് നമുക്ക് സാധിക്കേണ്ടതുണ്ട്. തൗറാത്ത് വാങ്ങാൻ പോയ മൂസാ നബി അലൈഹിസ്സലാം 40 ദിവസത്തോളമാണ് അവിടെ ഭജനം ഇരുന്നത്. 30 ദിവസം അത് കഴിഞ്ഞ് പിന്നെ വീണ്ടും ഒരു 10 ദിവസം അള്ളാഹു സുബ്ഹാനഹു വ തആല അധികരിപ്പിച്ചു കൊടുത്തു. 40 ദിവസം അവിടെ ഭജനമിരുന്ന് 40 ദിവസം വ്രതമനുഷ്ഠിച്ച് അതിനുശേഷം തൗറാത്ത് വാങ്ങിയിട്ടാണ് തിരിച്ചു വരുന്നത്. എന്താണ് 40 ദിവസം എന്തിനാണ് ധ്യാനം അനുഷ്ഠിച്ചത്? 40 ദിവസം എന്തിനാണ് നോമ്പ് നോറ്റത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൂസാ നബി അലൈഹിസ്സലാം തൗറാത്ത് വാങ്ങിയിട്ട് തിരിച്ചു വന്ന് വലിയ ഒരു ഉത്തരവാദിത്തമാണ് നിർവഹിക്കാനുള്ളത് സമൂഹത്തിൽ. അതിനെ പ്രാപ്തനാക്കുകയാണ് ചെയ്തത് എന്നർത്ഥം. അവിടെ നോമ്പുകാരനായിട്ട് എല്ലാ നിലക്കും അള്ളാഹുവിന് കീഴൊതുങ്ങിക്കൊണ്ട് ജീവിക്കുന്ന രൂപത്തിലേക്ക് മൂസാ നബി അലൈഹിസ്സലാമിയുടെ ഹൃദയത്തെ പാകപ്പെടുത്തി കളയാൻ വേണ്ടിയിട്ട് അത് സഹായിച്ചിട്ടുണ്ട്. അതേപോലെ ധ്യാനത്തിലിരുന്നു എന്ന് പറയുമ്പോൾ ഈ റമദാൻ മാസത്തിൽ പള്ളിയിൽ ഭജനമിരിക്കാൻ, ഇഅ്തികാഫിരിക്കാൻ വേണ്ടിയിട്ട് കൽപ്പിക്കപ്പെട്ട ഒരു സമുദായമാണ് മുസ്ലിം സമുദായം. അവസാനത്തെ 10 ഒരുപാട് മുസ്ലിമീങ്ങൾ പള്ളിയിൽ ഇരിക്കാറുണ്ട്. എന്തിനാ പള്ളിയിലിരിക്കുന്നത്? അള്ളാഹുവിനെ ഓർക്കാൻ, അള്ളാഹുവിനെ സ്മരിക്കാൻ, കൂടുതലായിക്കൊണ്ട് ഖുർആൻ പാരായണം ചെയ്യാൻ, ആ ഖുർആനിൻ്റെ ആയത്തുകൾ തദബ്ബുർ ചെയ്യാൻ, ഉറ്റാലോചിക്കാൻ, എന്നിട്ട് അതിൽ നിന്ന് നമ്മൾ കാര്യങ്ങൾ ഗ്രഹിക്കാൻ, അത് ജീവിതത്തിലേക്ക് പകർത്താൻ, അത് സമൂഹത്തിലേക്ക് കൊണ്ടുവന്ന് സമൂഹത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കണം ഒരു മുസ്ലിം. ആ സമൂഹത്തിലെ മാറ്റം എന്ന് പറയുന്നത് നേരത്തെ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ അതിക്രമങ്ങളെ, അതുമായിട്ട് സഹകരണമില്ല, അത് ഇല്ലാതെയാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഏറ്റവും നല്ല രൂപത്തിൽ ഒരു സമൂഹത്തിൽ പണിയെടുക്കേണ്ട ഉത്തരവാദിത്തമുള്ള വ്യക്തിയാണ് ഒരു മുസ്ലിം എന്ന് പറയുന്നത്. ഇന്ന് നമ്മുടെ സമൂഹത്തിലുള്ള പ്രശ്നം എന്താണ് എന്ന് ചോദിച്ചാൽ അതിഭീകരമാണ്. ലഹരിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. നമ്മുടെ ചുറ്റുഭാഗങ്ങൾ, നമ്മൾ ജീവിക്കുന്ന നമ്മുടെ വീട്, ഈ ശബ്ദം കേൾക്കുന്ന ആരുമാകട്ടെ നമ്മളൊന്ന് പരിശോധിച്ച് നോക്കുക. നമ്മളുടെ തൊട്ടടുത്തുള്ള വീടുകളിൽ അവിടെയുള്ള കുട്ടികൾ അവരൊന്നും സുരക്ഷിതരല്ല എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. ഒരു മുസ്ലിമിനെ സംബന്ധിച്ച് ഇതൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വീട്ടിൽ വെറുതെ ഇരിക്കാൻ സാധിക്കുമോ? ഈ ഒരു വിഷയത്തെ ഇല്ലായ്മ ചെയ്യാൻ, ലഹരിയുമായി ബന്ധപ്പെട്ടുകൊണ്ട്, സിന്തറ്റിക് ഡ്രഗുമായി ബന്ധപ്പെട്ടുകൊണ്ട് സമൂഹത്തിൽ ഉണ്ടാകുന്ന ദുരന്തങ്ങൾ, ആ ദുരന്തങ്ങൾ കണ്ടില്ല എന്ന് നടിക്കാൻ ഒരു മുസ്ലിമിന് സാധിക്കുമോ? പക്ഷെ എന്ത് ചെയ്യാൻ സാധിക്കും? അവിടെയാണ് സമുദായം ഒന്നടങ്കം ഇത് സംബന്ധമായിട്ട് ചർച്ച ചെയ്ത്, നമ്മുടെ പണ്ഡിതന്മാർ, നമ്മുടെ സംഘടനകൾ, അതിൻ്റെ നേതാക്കന്മാർ അവർ ചർച്ച ചെയ്ത് കൃത്യമായി കൊണ്ട് സമൂഹത്തിൽ ഇടപെട്ട് ഈ വിഷയ സംബന്ധമായിട്ട് ജനങ്ങളെ ഉത്ബുദ്ധരാക്കിക്കൊണ്ട്, ജനങ്ങളെ പഠിപ്പിച്ചുകൊണ്ട് അതിനു വേണ്ട എല്ലാ നിലക്കുമുള്ള തയ്യാറെടുപ്പുകൾ സമൂഹത്തിലേക്ക് കൊണ്ടുവരേണ്ട, അതിന് ചുക്കാൻ പിടിക്കേണ്ട ഉത്തരവാദിത്തം മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾക്കില്ലേ? അതൊക്കെ മറന്നുകൊണ്ട് നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ വീട്ടിൻ്റെ ഉള്ളിൽ ഒതുങ്ങിക്കഴിയാൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം സാധിക്കുമോ? ഇല്ല എന്നുള്ളതാണ് അതിനുള്ള ഉത്തരം. അതിനൊക്കെ പ്രാപ്തനാക്കുക എന്ന് പറയുന്നത് അള്ളാഹുവിലേക്ക് ഹൃദയത്തെ തിരിച്ചുകൊണ്ട്, അള്ളാഹുവിൻ്റെ സഹായം പ്രതീക്ഷിച്ചുകൊണ്ട്, ഈ സമൂഹത്തിലെ നന്മകളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് സമൂഹത്തിൽ നന്മകൾ പടർത്താൻ
അതിനെ പകർത്താൻ, അത് ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന് മറ്റുള്ള ആളുകളിലേക്ക് അത് പ്രചരിപ്പിക്കാനൊക്കെ നമുക്ക് സാധിക്കേണ്ടതുണ്ട് എന്നർത്ഥം. അതൊക്കെ ഈ റമദാൻ മാസത്തിൽ അതിനെല്ലാം നമ്മൾ എല്ലാ നിലക്കുമുള്ള ആ ഒരു കഴിവ്, അതിനുള്ള ഒരു താല്പര്യം, ഇതൊക്കെ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ റമദാൻ മാസത്തിൽ സാധിക്കണമെന്നുള്ളതാണ്. എല്ലാ നന്മകളും, അത് സമൂഹത്തിൽ നമ്മൾ പ്രചരിപ്പിക്കേണ്ടതായിട്ടുള്ള എല്ലാ നന്മകളും നമ്മളിലേക്ക് കൊണ്ടുവരാൻ, അതിനെക്കുറിച്ച് പഠിക്കാൻ, വിചിന്തനം നടത്താൻ ഒക്കെ ഈ മാസത്തിൽ സാധിക്കണം. അതേപോലെ തിന്മകൾ, ഈ രാജ്യത്തിൻ്റെ നിയമങ്ങൾ അനുസരിച്ചുകൊണ്ട്, ഈ രാജ്യത്തിലുള്ള നിയമപാലകരുമായിട്ട് സഹകരിച്ചുകൊണ്ട് എല്ലാ നിലക്കുമുള്ള തിന്മകളെയും എതിർക്കാൻ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം സാധിക്കേണ്ടതുണ്ട്. ഇതൊക്കെയാണ് റമദാൻ മാസത്തിലെ ഒരു ട്രെയിനിങ് എന്നതുകൊണ്ട് ഞാൻ ഇവിടെ എടുത്തു പറഞ്ഞതും ഇവിടെ ഉദ്ദേശിച്ചതും. സഹോദരങ്ങളെ, ഈ ഒരു വിഷയങ്ങൾക്ക് ഏറ്റവും അധികം നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രാപ്തനാക്കുന്ന ഒരു മാസമാണ് യഥാർത്ഥത്തിൽ നമ്മളുടെ മുമ്പിലൂടെ കടന്നു പോയിട്ടുള്ളത് എന്ന്. അപ്പം അതുകൊണ്ട് നമ്മുടെ നാട്ടിൽ നമ്മൾ നേരിടുന്ന ഏത് പ്രശ്നമാകട്ടെ, ആ പ്രശ്നങ്ങളെയൊക്കെ പർവ്വതീകരിച്ചുകൊണ്ട്, അതിന് പരിഹാരം നിർദ്ദേശിക്കാതെ, അതിനെല്ലാം പർവ്വതീകരിച്ചുകൊണ്ട് സമൂഹത്തിൽ ഭീതി പലർത്തുന്ന ഒരു ചിത്രം നമ്മളിൽ നിന്ന് ഉണ്ടായിക്കൂടാ എന്നുള്ളത് വ്യക്തമായി തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ചില ആളുകളൊക്കെ അങ്ങനെ സംസാരിക്കുന്നതോ, ഇന്ന പ്രശ്നങ്ങളുണ്ട്, ഇന്ന പ്രശ്നങ്ങൾക്ക് ഇനി പരിഹാരമൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് സംസാരിക്കും. സഹോദരങ്ങളെ, ആ രൂപത്തിലുള്ള ഒരു ചർച്ച സമൂഹത്തെ കൂടുതൽ പാനിക്കാക്കി കളയുന്ന ഒരു ചർച്ചയിലേക്കല്ല നമ്മൾ പോകേണ്ടത്. നേരെ മറിച്ച് ആ പ്രശ്നങ്ങളുണ്ട്, ആ പ്രശ്നങ്ങൾ ഉയർത്തിക്കാട്ടി അതിനുള്ള പരിഹാരം ഇന്നതാണ് എന്ന് നിർദ്ദേശിക്കാൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് സാധിക്കേണ്ടതുണ്ട് എന്നതാണ്. മതപരമായിട്ട് നമ്മൾ നോക്കുകയാണ് എങ്കിൽ, ആ ഒരു പെർസ്പെക്റ്റീവിൽ നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യുകയാണ് എങ്കിൽ, എല്ലാ കാര്യങ്ങളിലും വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം എല്ലാ നിലക്കുമുള്ള തിന്മകളെ നമ്മൾ സ്വീകരിക്കണം എന്നുള്ളതാണോ? ഒരിക്കലുമല്ല. അല്ല, അങ്ങനെയല്ല. ഏറ്റവും നല്ല രൂപത്തിൽ സമൂഹത്തിൽ ഇടപെട്ട് ചർച്ച ചെയ്ത് എല്ലാ വിഭാഗക്കാരുമായിട്ട് ഒന്നിച്ച് പ്രവർത്തിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതിനാകട്ടെ ഈ ഒരു മാസത്തിലെ ഏറ്റവും നല്ല സമയങ്ങളിൽ അള്ളാഹുവിലേക്ക് അടുത്തുകൊണ്ട് നമ്മൾ ഈ സമയം ഉപയോഗിക്കുമ്പോൾ സമൂഹത്തിൻ്റെ മാറ്റം എന്നുള്ളത് നമ്മുടെ ചിന്തയിലേക്ക് കടന്നു വന്ന് ഒരു നല്ല സമൂഹത്തെ സൃഷ്ടിക്കാൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം സാധിക്കേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് ഏവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. വാഖിർ ദഅ്വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.